സംവിധാനം നിർത്താനുള്ള കേന്ദ്ര സർക്കാർ നീക്കം സാധാരണ വിദ്യാർത്ഥിക്ക് വിദ്യാഭ്യാസം നിഷേധിക്കലാവുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു. മുഗൾ ഭരണ ചരിത്രത്തിന് പകരം കുംഭമേള പഠിച്ചാൽ മതിയെന്നത് വാരേണ്യവൽക്കരണത്തിലേക്കുള്ള തിരിച്ചുപോക്കാണെന്നും കേരള നോൺ ടീച്ചിംഗ് എംപ്ലോയീസ് ഓർഗനൈസേഷൻ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് മന്ത്രി ആർ ബിന്ദു പറഞ്ഞു. അംഗൻവാടി മുതൽ സർവകലാശാല വരെയുള്ള അക്കാദമിക് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് പ്രധാനമന്ത്രി അംഗമായ സമിതികളാണ്. ഈ സമിതികൾ എടുക്കുന്ന തീരുമാനം വിദ്യാഭ്യാസ മേഖലയിൽ തിരിപ്പോക്കാണ് ഉണ്ടാക്കുന്നത്. ആദിവാസി തീരദേശ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം നിഷേധിക്കുന്ന തരത്തിലാണ് ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുന്നത്. പഠിക്കേണ്ടതും പഠിപ്പിക്കേണ്ടതും എന്താണെന്ന് തീരുമാനിക്കേണ്ട സമിതികൾ സംഘപരിവാർ കൈപ്പിടിയിലാണ്. വിദ്യാഭ്യാസ മേഖലയിലെ കാവ്യവൽക്കരണത്തെ തടയാനാണ് സർക്കാർ ജാഗ്രതയോടെ ശ്രമിക്കുന്നതെന്നും മന്ത്രി ആർ ബിന്ദു പറഞ്ഞു. അപ്രകാരം ആദ്യം പുറന്തള്ളപ്പെടുക സാമൂഹ്യമായും സാമ്പത്തികമായും പിന്നിൽ നിൽക്കുന്ന വിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികളാണ്. ഞാൻ പറഞ്ഞു വന്നത് അത്തരത്തിലുള്ള പുറന്തള്ളലിന്റെ രാഷ്ട്രീയമാണ് പുത്തൻ വിദ്യാഭ്യാസ നയത്തിലൂടെ അടിച്ചേൽപ്പിക്കപ്പെടാൻ സാധ്യതയുള്ളത് എന്ന് കൃത്യമായി നാം കണ്ടുപോകേണ്ടതുണ്ട്. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു നിർദ്ദേശം കോളേജുകളുടെ അഫിലിയേറ്റിംഗ് സമ്പ്രദായം പടിപടിയായി അവസാനിപ്പിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളായിരിക്കും അത്തരം നയങ്ങൾ സൃഷ്ടിക്കുക എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. KNTEO സംസ്ഥാന പ്രസിഡന്റ് കെ ഗിരിധരൻ അധ്യക്ഷത വഹിച്ചു. MLA KD പ്രസേനൻ, FSCTO ജനറൽ സെക്രട്ടറി MA അജിത് കുമാർ, സംഘാടക സമിതി ചെയർമാൻ K കൃഷ്ണൻകുട്ടി, KNTEO ജനറൽ സെക്രട്ടറി ജുനൈദ് AM, VK ജയകുമാർ, Y ഓസ്ബോൺ, A ഷാജഹാൻ, TKA ഷാഫി, സുനിൽ P നായർ എന്നിവർ സംസാരിച്ചു.